ഹേ ഗായ്സ്, അപ്പോൾ ആപ്പിൾ അവരുടെ ഐഫോൺ 16e എന്ന് പറഞ്ഞൊരു ബേസ് മോഡൽ അല്ലെങ്കിൽ ബഡ്ജറ്റ് മോഡൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആപ്പിൾ ഇതിൽ നിന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ആപ്പിൾ ഇതിൽ നിന്നും റിമൂവ് ചെയ്തിട്ടുള്ളത്, എന്തൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റി, അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. സോ തൊട്ടക്കല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് 16e ഹൈലൈറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം അതിൻ്റെ ചിപ്പ് തന്നെയാണ്. ആപ്പിളിൻ്റെ A18 ബയോണിക് ചിപ്പുകളാണ് ഈ ഒരു ഫോണിൽ അവർ ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കറിയാം 16 സീരീസിലാണ് A18 എന്ന് പറയുന്ന ചിപ്പ് ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഫോണിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഔട്ട് ഓഫ് ദ ബോക്സ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ ആ കൂടിയുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ്, നോർമൽ A18 ചിപ്പ് 5 കോർ GPU ആണ് അതിലുള്ളത്. ഇതിൽ 4 കോർ GPU ആണ് ഉണ്ടായിരിക്കുക എന്നുള്ള ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഇതിലുള്ളൂ. സോ ഇറ്റ്സ് സ്റ്റിൽ എ പവർഫുൾ ആയിട്ടുള്ള ചിപ്പാണ്. ഇനി രണ്ടാമത്തെ കാര്യം ഡിസ്പ്ലേ ആണ്. 6.1 ഇഞ്ച് സൂപ്പർ റെറ്റിന AMOLED ഡിസ്പ്ലേ ആണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് 1200 നിറ്റ്സ് ആണ്. സോ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ വലിയൊരു കോസ്റ്റ് കട്ടിംഗ് ഒന്നും ആപ്പിൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ആൻഡ് ഇതിൻ്റെ സൈസ് നമ്മൾ സെയിം ഐഫോൺ 16 ആ ബേസ് സീരീസിൻ്റെ സെയിം സൈസ് തന്നെയാണ് ഈ ഒരു ഫോണിന് വരുന്നത്. പണ്ടത്തെ പോലെ ഐഫോൺ 16 മിനിയോ അല്ലെങ്കിൽ SE പോലെ ചെറിയൊരു ഫോണല്ല ഇത്. ഓക്കെ, ഇനി മൂന്നാമത്തെ കാര്യം അതിൻ്റെ ക്യാമറയാണ്. ഇതൊരു 48 മെഗാ പിക്സൽ ഫ്യൂഷൻ ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്യൂഷൻ എന്നുള്ള ഒരു പേരിടാനുള്ള കാരണം ഇതിൻ്റെ ഉള്ളിൽ തന്നെ 2x ടെലിഫോട്ടോ കൂടി ഉണ്ടെന്നാണ് ആപ്പിൾ ക്ലെയിം ചെയ്യുന്നത്. അതായത് സെപ്പറേറ്റ് ആയിട്ടൊരു ടെലിഫോട്ടോ സെൻസറൊക്കെ അതിന് വേണ്ടി ഒരു സെപ്പറേറ്റ് വെക്കുന്നതിന് പകരം ഈ ഒരു മെയിൻ ക്യാമറയുടെ ഉള്ളിൽ തന്നെ അത് അവൈലബിൾ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം എഫിഷ്യൻ്റ് ആയിരിക്കും എന്നുള്ളത് ആ ഫോൺ റിലീസ് ചെയ്ത് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. ബട്ട് ഇറ്റ്സ് സ്റ്റിൽ 48 മെഗാ പിക്സൽ ആയിട്ടുള്ള ഒരു പ്രൈമറി ക്യാമറയാണ് ഐഫോണിൽ ഈ ഐഫോൺ 16e അവൈലബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ആപ്പിളിൻ്റെ ഫസ്റ്റത്തെ അവർ സ്വന്തമായിട്ട് നിർമ്മിച്ച C1 എന്ന് പറയുന്ന ഒരു മോഡം അവൈലബിൾ ആയിട്ടുള്ള ഫസ്റ്റ് ഫോൺ ഈ ഐഫോൺ 16e ആയിരിക്കും. നമുക്കറിയാം നോർമലി ഈ സ്മാർട്ട് ഫോണുകളിൽ വരുന്ന ചിപ്പുകളിലൊക്കെ മോഡം ക്വാൽക്കമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ക്വാൽക്കമിന് അതിൻ്റെ മോണോപ്പൊളിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ആപ്പിൾ സ്വന്തമായിട്ട് ഇൻഹൗസ് നിർമ്മിച്ചിരിക്കുകയാണ് ഒരു പുതിയ മോഡം. അവർ ഇൻഡിപെൻഡൻ്റ് ആവാൻ നോക്കുകയാണ് മാക്സിമം. ക്ലാസിക്കൽ ആപ്പിൾ അല്ലേ. അത് എത്രത്തോളം എഫിഷ്യൻസി ഒക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് ഫോൺ ഇറങ്ങി കഴിഞ്ഞിട്ടാണ് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഏറ്റവും ആദ്യത്തെ C1 എന്ന് പറയുന്ന ആപ്പിളിൻ്റെ സ്വന്തം മോഡം വരുന്ന ഒരു ഫോണായിരിക്കും ഐഫോൺ 16e. ഓക്കെ, നൗ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം ആക്ഷൻ ബട്ടനാണ്. നമുക്കറിയാം ഐഫോൺ 16 റിലീസ് ചെയ്തപ്പോൾ അവർ ആക്ഷൻ ബട്ടനും ഷട്ടർ ബട്ടനും രണ്ട് സെപ്പറേറ്റ് ബട്ടൺസ് കൊണ്ടുവന്നു അല്ലേ. അതിൽ ആക്ഷൻ ബട്ടൺ ഇതിൽ ഇവർ കൊടുത്തിട്ടുണ്ട്, ഷട്ടർ ബട്ടന് കൊടുത്തിട്ടില്ല. ഓക്കെ, ബട്ട് അപ്പോൾ ഒരു സ്റ്റിൽ ഗുഡ് അഡീഷൻ ആണ് ഒരു കാര്യം. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ നിന്ന് ആപ്പിൾ റിമൂവ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യം മാഗ്സേഫ് ആണ്. ഐഫോൺ 16e മോഡലുകളിൽ മാഗ്സേഫ് അവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം ഡൈനാമിക് ഐലൻഡ് ആണ്. നിങ്ങൾ ഈ ഒരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും, പണ്ടത്തെ ബാത്ത് ടബ് നോച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡൈനാമിക് ഐലൻഡ് എന്നുള്ള ആ ഒരു ഫീച്ചർ ഇതിൽ അവൈലബിൾ ആയിരിക്കില്ല. മൂന്നാമത്തെ കാര്യം, ഇതിൽ ക്യാമറ ഐഫോൺ 16 സീരീസിൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഷട്ടർ ബട്ടൺ ഉണ്ടായിരുന്നു അല്ലേ. ആക്ഷൻ ബട്ടൺ ഉണ്ടായിരുന്നു, ഷട്ടർ ബട്ടൺ ഉണ്ടായിരുന്നു. ആ ഒരു ഷട്ടർ ബട്ടൺ ഇതിൽ അവൈലബിൾ അല്ല. ഓക്കെ, നാലാമത്തെ കാര്യം, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഇതിൽ C1 എന്ന് പറയുന്ന മോഡാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഇത് 4G 5G സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷനൊക്കെ എല്ലാം വരുന്നൊരു പവർഫുൾ ആയിട്ടുള്ള മോഡൽ തന്നെയാണ്. പക്ഷേ ഇതിൽ 5Gയുടെ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള മില്ലിമീറ്റർ വേവ്സ് വരുന്ന ആ ബാൻഡ് ഇതിൽ അവൈലബിൾ അല്ല. അതുപോലെ തന്നെ അൾട്രാ വൈഡ് ബാൻഡും സപ്പോർട്ടും ഈ ഒരു ഫോണിൽ അവൈലബിൾ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ നിയർ ബൈ ഡിവൈസ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഐഫോൺ ഡിവൈസിൽ കിട്ടുന്ന അത്രയും ആക്യുറസിയിൽ ഇവിടെ കിട്ടണം എന്നില്ല. സോ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഒരു ചേഞ്ച് ആയിട്ട് ആപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഓഫ് കോഴ്സ് അതൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ പ്രൈസ് അത് കട്ട് ചെയ്യുന്നതും. ഇന്ത്യയിൽ ഈ ഒരു ഫോണിൻ്റെ പ്രൈസ് 59,999 ആൻഡ് ഈ ഒരു വരുന്ന ഏപ്രിൽ നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് സാധിക്കും. സോ നിങ്ങളൊരു ബഡ്ജറ്റ് ആയിട്ടുള്ളൊരു ഐഫോണാണ് വിച്ച് ഹാസ് ആപ്പിൾ ഇൻ്റലിജൻസ് ഉള്ളൊരു ബഡ്ജറ്റ് ഐഫോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ഫോണാണ് ഐഫോൺ 16e. ബട്ട് സ്റ്റിൽ ആപ്പിൾ ഇൻ്റലിജൻസ് ഒന്നും വലിയൊരു കാര്യമായിട്ട് നിങ്ങൾ കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിൻ്റെ ഓൾഡർ മോഡൽസും പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കാണുന്നവരെ ബൈ.